പ്രൈസ് ലോർഡ്. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാണ്. അതായത് ഈശോൻ്റെ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നേക്കും ജീവിക്കും, നമ്മൾ മരിക്കുകയില്ല എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യന് ഭൗതിക ജീവനുമുണ്ട്, ആത്മീയ ജീവനും ഉണ്ടല്ലോ. അപ്പോൾ ഭൗതിക ജീവൻ്റെ കാര്യമല്ല ഈശോ ഇവിടെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആത്മാവിൻ്റെ ജീവനാണ് അല്ലേ. എൻ്റെ ആത്മാവിൻ്റെ ജീവൻ ഒരു ദിവസം പലതവണ മരിച്ചു പോകാനായിട്ടൊക്കെ ഇടയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന സമയത്തും നമ്മളൊന്ന് ആത്മാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ ആത്മാവ് ജീവനുള്ളതാണോ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മളോട് പറയാണ്, ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നേക്കും ജീവിക്കുമെന്ന്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മരിക്കുമ്പോഴും, നമ്മൾ പാപം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ മരിക്കുന്നത്, ഈശോ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശോ ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈശോ നമ്മളോട് പറയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ ജീവിക്കുമെന്ന്. അപ്പോൾ ഏതൊരവസ്ഥയിലും നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് ഒരു ജീവനിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈശോൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിഷമാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഭൗതികമായിരിക്കാം, ആത്മീയമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ എൻ്റെ ആത്മാവിന് ജീവൻ തരണമേ. ഈശോ പറയാണ്, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ദൈവത്തെ തന്നെ തരുന്ന ആ ജീവൻ, വിശുദ്ധ കുർബാനയിലൂടെ തരുന്ന അപ്പം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും ആത്മാവിന് ജീവൻ കൊടുക്കുന്നവരായിട്ടായിരിക്കാം. ആത്മാവിന് എല്ലാ ദിവസവും ജീവൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ വീണു പോകുന്ന അവസ്ഥയിൽ നമുക്ക് മരിച്ച ഒരു അവസ്ഥ, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലേക്ക് ചെന്ന് ഈശോൻ്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരായിട്ട് മാറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.